അവര് പറയുന്നത് ജുമാ നിർബന്ധമാണ് പെണ്ണിന് എന്നാണ്. അങ്ങനെ ജുമായ്ക്ക് പോണ പെണ്ണിന്റെ അവസ്ഥ എന്താ? ആ ജുമായ്ക്ക് പോണ പെണ്ണ് തന്നെ പോണ്ട രൂപം കൂടി ഒന്ന് മനസ്സിലാക്കണ്ടേ? എങ്ങനെയാ പെണ്ണ് ജുമായ്ക്ക് പോകുന്നത്? പെണ്ണ് ജുമായ്ക്ക് പോണ്ട കോലം വളരെ വ്യക്തമായി തന്നെ മുജാഹിദ് പ്രസിദ്ധീകരണങ്ങളിലൂടെ മുജാഹിദുകൾ പണ്ട് കാലത്ത് തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പെണ്ണിന് ജുമായ്ക്ക് പോകാൻ വേണ്ടി അവർ ധരിക്കേണ്ട വസ്ത്രധാരണവും അവരുടെ വസ്ത്രത്തിന്റെ രൂപവും ഒന്ന് വിവരിച്ചാൽ നമുക്കിത് മനസ്സിലാകും. നമസ്കരിക്കുമ്പോൾ ഇത്ര മറയ്ക്കണം, അല്ലാത്തുമ്പോൾ ഇത്ര മറയ്ക്കണം എന്നൊന്നും യാതൊരു വ്യവസ്ഥയും ശരീഅത്തിൽ വന്നിട്ടില്ല. മുജാഹിദിന്റെ സ്ഥാപക നേതാക്കളിൽപ്പെട്ട MCC എഴുതുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയാ, നമസ്കരിക്കുമ്പോൾ ഇത്ര മറയ്ക്കണം, അല്ലാത്തുമ്പോൾ ഇത്ര മറയ്ക്കണം എന്നൊരു യാതൊരു വ്യവസ്ഥയും ശരീഅത്തിൽ വന്നിട്ടില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ സംഗതി മൂന്നാണ്. ഒന്ന് ഔറത്ത്, ഇത് മുന്നും പിന്നും മാത്രമാണ്. രണ്ടോട്ട, അതിലോരോ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചാ സംഭവം കഴിഞ്ഞു. അതോടുകൂടെ ഏത് പെണ്ണിനും പള്ളിക്കേക്ക് പോകാം. 2 സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചാൽ മതി. എവിടെ വെച്ചും ആണും പെണ്ണും ഈ ഭാഗം മറയ്ക്കണം. അപ്പൊ കേരളത്തിലെ വഹാബികൾ പള്ളിക്ക് പോണ് കാണുമ്പോ പെണ്ണുങ്ങൾ അങ്ങനെയല്ല പോണത്. ഒരു പർദ്ദയൊക്കെ ഇട്ടിട്ട് മുഖമൊക്കെ തോന്നിട്ടിട്ടാണെങ്കിലും പർദ്ദന്റെ കോലത്തിലുള്ളത് കിട്ടിട്ടാ പോണത്. പള്ളിയിൽ പോയാൽ അതും മാറ്റുന്നുണ്ടോ MCC പറഞ്ഞ പോലെ എന്തോ നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഞങ്ങൾ ആരും പോയി നോക്കിയിട്ടില്ല. പടച്ചോൻ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ മുന്നും പിന്നുമാണ്. അതെവിടെയായാലും മറയ്ക്കണം. ഇക്കാര്യത്തിലായാലും ഇഞ്ഞോ. എന്നാൽ പള്ളിക്ക് പോകുമ്പോഴാണ് അത് മറക്കേണ്ടത്. നിസ്കരിക്കുമ്പോ തനിച്ചോ ഭർത്താവ്, ഭാര്യ, യജമാനൻ, വെപ്പാട്ടി ഇവരിൽ ആരെങ്കിലും മാത്രം ഉള്ളയിടത്തോ കോണകവും അഴിക്കാവുന്നതാണ്, ഈ ഭാഗവും തുറക്കാവുന്നതാണ്. MCC അഹമ്മദ് മൗലവി മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ? പേജ് 88. ഈ പാർട്ടിയിലേക്ക് അപ്പൊ നമ്മളെ വിളിക്കുന്നത്. രജനീഷിന്റെ പാർട്ടിയല്ല ഇതിനേക്കാൾ എത്രയോ നല്ലത്. ഇതിലേറെ മെച്ചം അയാളുടെ പാർട്ടിയാണ്. രജനീഷിന്റെ ആശ്രമത്തെക്കാളും മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് 1952 വഹാബികൾ പ്രസിദ്ധീകരിച്ച ഒരു പ്രസിദ്ധീകരണമാണ് മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന പേരിലുള്ള പുസ്തകം. നല്ല വസ്ത്രം ധരിച്ച് പള്ളിക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നത് വലിയ അസംബന്ധമാണ്. പാടില്ല എന്നുള്ളത് പോകട്ടെ, നന്നല്ല എന്നുകൂടി മസാല പറയാൻ ന്യായമില്ല. പടച്ചവന്റെ നിയമത്ത് വെളിപ്പെടുത്തണം എന്നൊരു കൽപ്പനയും വേറെയുണ്ട്. അപ്പോൾ ഉള്ളിടത്തോളം നല്ലതും ഭംഗിയുള്ളതുമായ ഉടുപ്പ് തന്നെയാണ് ധരിക്കേണ്ടത് എന്ന് പേജ് 92. നമസ്കാരത്തിൽ ഔറത്ത് മാത്രം മറച്ചാൽ മതി. സൂക്ഷ്മത്തിന് മുട്ടുപൊക്കിളിന്റെ അട മറയ്ക്കുകയാണ് ആണിനും പെണ്ണിനും നല്ലത് എന്ന് പേജ് 90. അപ്പൊ ഒരു തോർത്തുടുത്താല് പള്ളിക്കേക്ക് പോണ പെണ്ണുങ്ങൾ ചുമയ്ക്കുമ്പോ ഒരു തോർത്തുടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നു. അതല്ല മുന്നിലും പിന്നിലും ഓരോ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചാല് കുഴപ്പമില്ല. മറക്കേണ്ടതൊക്കെ മറന്നു, അത്ര തന്നെ ശരീഅത്തിലുള്ളൂ, അതിന്റെ അപ്പുറമൊന്നും ശരീഅത്തിലില്ല എന്ന് പച്ച മലയാളത്തിൽ എഴുതി വിട്ട വഹാബി പ്രസ്ഥാനത്തിന്റെ ആശയ നവോത്ഥാന നായകന്മാർ ഇവരാണ് കേരളത്തിലെ നവോത്ഥാന നായകന്മാർ. ഞങ്ങൾ സമ്മതിക്കുന്നു. MCC അഹമ്മദ് മൗലവി ഉണ്ടാക്കിയ നവോത്ഥാനം തന്നെയാ ഇപ്പൊ പെണ്ണുങ്ങൾ ഈ നിലയിലായത്. ഈ സമുദായത്തിലെ മാനവും നാണവുമുള്ള വീട്ടുകളിൽ അടങ്ങി ഒതുക്കി കഴിഞ്ഞിരുന്ന പെണ്ണുങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി ഈ കോലത്തിൽ നശിപ്പിച്ചത് നിങ്ങളുടെ നവോത്ഥാനം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ പൈതൃകം ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ തന്നെ ഏറ്റെടുത്തോ. അതിന്റെ പൈതൃകം ഈ സമുദായത്തെ ഈ നിലയിൽ നശിപ്പിച്ചത് നിങ്ങൾ തന്നെയാണ്. MCCയും ആ MCCയുടെ പിൻഗാമികളും തന്നെയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതായാലും ഇത് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമമല്ല എന്ന് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. എന്ന ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് എല്ലാ പണ്ഡിതന്മാരും ഇത് അനിസ്ലാമികമാണ്, ജാഹിലിയത്താണ് എന്ന് വ്യക്തമായി തന്നെ പഠിപ്പിച്ചിട്ടുമുണ്ട്.